ശ്രീ ജോർജ് പൊടിപാറ, ഇന്ന് തന്നെ തീരുമാനം വന്നേക്കും, ഇന്ന് രാത്രിയോടെ തന്നെ തീരുമാനം പ്രഖ്യാപിച്ചേക്കും എന്നുള്ളതാണ് ഒടുവിൽ കേൾക്കുന്ന കാര്യം. നാളേക്ക് മാറ്റിവെക്കാൻ ഇടയില്ല എന്നാണ് കേൾക്കുന്നത്. അങ്ങേക്ക് ലഭിക്കുന്ന സൂചനകൾ എന്താണ്? ഇത് മാറിയും മറിഞ്ഞും രണ്ട് നേതാക്കളിൽ തട്ടി തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ പോകുന്നു, അവസാനം അത് വീടിയിൽ എത്തി നിൽക്കുന്നു എന്നുള്ള സൂചനകളാണ് ഏറ്റവും ഒടുവിൽ കിട്ടിയിരിക്കുന്നത്. അങ്ങയുടെ സൂചന എന്താണ്? ഞാൻ വിചാരിക്കുന്നത് ഇന്നെന്തായാലും ഒരു തീരുമാനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് CBI ഡയറക്ടറെ തീരുമാനിക്കാനുള്ള പ്രധാനമന്ത്രിയുടെ യോഗത്തിൽ പങ്കെടുക്കേണ്ടതുണ്ട്. ഏതാണ്ട് അത് കഴിഞ്ഞു വരുമ്പോഴേക്കും മല്ലികാർജുൻ ഖാർഗെ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ വീട്ടിലോ അല്ലെങ്കിൽ രാഹുലിന്റെ വസതിയിലോ വന്ന് ചർച്ച നടക്കാനാണ് സാധ്യത. ഇരുവരും തമ്മിൽ ഒരു ആശയവിനിമയം നടത്തി കഴിഞ്ഞാൽ ഇന്ന് വളരെ വൈകുന്നില്ലെങ്കിൽ ഇന്ന് തന്നെ ആ പ്രഖ്യാപനം വന്നേക്കാം. എന്തായാലും നാളെ രാവിലേക്ക് ആ പ്രഖ്യാപനം ഉറപ്പായും വരും എന്നാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് കിട്ടുന്ന എല്ലാ സൂചനകളും നമ്മളോട് പറയുന്നത്. അതാരായിരിക്കും എന്നത് സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു കൃത്യമായ ഉത്തരം പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് എങ്ങനെ പറയും എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ്. അതായത് ശ്രീ ജോർജ് പൊടിപാറ, ഇപ്പോൾ ഇതിന്റെ നടപടിക്രമങ്ങൾ ശ്രീ രാജു പി നായരും പറഞ്ഞല്ലോ, രാഷ്ട്രീയകാര്യ സമിതി, ക്ഷമിക്കണം, MLA-മാരുടെ നിലപാടെടുക്കൽ, MLA-മാരുടെ പ്രതികരണം എടുത്തിരിക്കുന്നു. എല്ലാ MLA-മാരും പറഞ്ഞ അഭിപ്രായം എന്താണ്, അതിൽ ആർക്കാണ് ഭൂരിപക്ഷം കിട്ടിയതെന്നൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ അതിലൊരു മാനിപ്പുലേഷൻ നടന്നിരിക്കുന്നു, അല്ലെങ്കിൽ ആ അഭിപ്രായത്തിൽ ഒരു ഭൂരിപക്ഷം ലഭിക്കുന്ന നേതാവ് ആ ഭൂരിപക്ഷം ഏത് രൂപത്തിൽ സ്വീകരിക്കുന്നു എന്നതിൽ ചില വിഷയങ്ങളുണ്ടല്ലോ. എന്തുകൊണ്ട് ആ ഭൂരിപക്ഷം ലഭിക്കുന്നു എന്നൊരു ചോദ്യമുണ്ടല്ലോ. അപ്പോൾ അതിൽ ഹൈക്കമാൻഡിന് തന്നെ സംശയങ്ങൾ ഉയർന്നിരിക്കുന്നു. അതുകൊണ്ട് അടുത്ത ഘടകങ്ങളിലേക്ക് കൂടി ഈ മുൻ KPCC പ്രസിഡന്റുമാരും കൂടി അവരുടെ അഭിപ്രായം കൂടി പറയട്ടെ, മുതിർന്ന നേതാക്കൾ കൂടി പറയട്ടെ എന്ന രൂപത്തിലേക്ക് ആ ചർച്ച നീളുകയായിരുന്നില്ലേ യഥാർത്ഥത്തിൽ? അതിനകത്ത് 2-3 വ്യാഖ്യാനങ്ങളുണ്ട്. അതായത് ഈ MLA-മാരുടെ എണ്ണത്തെ സംബന്ധിച്ച് പുറത്തു വന്ന കണക്കുകൾ നമ്മുടെയൊക്കെ ഒരു കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിക്കുമ്പോൾ അത്രത്തോളം MLA-മാരല്ല VD സതീശനോടൊപ്പം അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയോടൊപ്പം എന്ന കണക്കാണ് നമുക്കൊക്കെ മനസ്സിലാവുന്നത്. അതായത് വ്യക്തിപരമായിട്ട് ഇവർ പലരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഇത് നോക്കുമ്പോൾ ഈ പറയുന്ന കണക്ക് കറക്റ്റ് ആണോ എന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോഴും വലിയ സംശയമുണ്ട്. പക്ഷെ നമുക്ക് ഉറപ്പില്ലാത്തൊരു കാര്യത്തിൽ തീർച്ചയായിട്ടും വലിയൊരു ആരോപണമായിട്ടൊന്നും അത് ഉന്നയിക്കാൻ പറ്റില്ല. മാത്രമല്ല, ഒരു ദേശീയ മാധ്യമം സോഴ്സസിനെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് 32 വോട്ടുകൾ VD സതീശന് കിട്ടിയെന്നാണ്. 47 വോട്ട് അപ്പുറത്ത് കിട്ടിയെന്ന് പറയുമ്പോൾ അവരുടെ കണക്കിൽ 32 വോട്ടുകൾ VD സതീശന് കിട്ടിയെന്നാണ് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ച് ആനുപാതികമായിട്ട് KC വേണുഗോപാലിനുള്ള വോട്ട് കുറയും. അപ്പൊ അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, അതിലെന്തെങ്കിലും മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ടോ, അത് ബോധപൂർവമാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ആരെങ്കിലും മനഃപൂർവ്വം സഹായിക്കാൻ വേണ്ടി നിരീക്ഷകർ എന്തെങ്കിലും ചെയ്തതാണോ, നമുക്ക് ഉറപ്പില്ല. നമ്മൾ ഒരു കൃത്യമായ ഒരു ആരോപണം ഉന്നയിക്കണമെങ്കിൽ നമുക്ക് അതിന്റെ മുന്നിൽ തെളിവുകൾ വേണം. പക്ഷെ അങ്ങനെ ഒരു തെളിവ് നമ്മുടെ മുമ്പിൽ ഇല്ലാത്തിടത്തോളം കാലം ആ തെളിവ് പുറത്തു വരാനുള്ള സാധ്യത കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന്റെ ലെവലിൽ തന്നെ അല്ലാതെ പുറത്തു വരാൻ ഇടയില്ലാത്തത് കൊണ്ട് നമ്മൾ വെറുതെ ഒരു ആരോപണം ഉന്നയിക്കുന്നതിൽ അർത്ഥമില്ല. പക്ഷെ ഇവിടെ ചിലത് കൂട്ടി വായിക്കുന്ന നമുക്ക് മനസ്സിലാകുന്നത് എന്താ, അന്ന് ഈ പറഞ്ഞ 3 നേതാക്കളെയും ഒറ്റയ്ക്കൊറ്റയ്ക്ക് കണ്ട് രാഹുൽ ഗാന്ധിയും ശ്രീ മല്ലികാർജുൻ ഖാർഗെയും ഒക്കെ സംസാരിച്ചതിന് ശേഷം അന്ന് പുറത്തു വന്ന ദീപാദാസ് മുൻഷി ഈ നേതാക്കളോടൊപ്പം പുറത്തു വന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞൊരു വാചകമുണ്ട്. ആ വാചകം വളരെ പ്രധാനമാണ്. ഇനി ഒരു ചർച്ചയുമില്ല, ഇനി ഈ 2 നേതാക്കളും ചേർന്ന് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കും എന്നല്ലേ പറഞ്ഞത് സ്മൃതി? അന്ന് പറഞ്ഞത് അതാണ്. അതിന്റെ അർത്ഥം ഇനി ഒരു ചർച്ചയ്ക്കുള്ള യാതൊരു സാധ്യതയില്ല, തീരുമാനം ഏതാണ്ടായിട്ടുണ്ട്, അവർ തമ്മിൽ കൺസൾട്ട് ചെയ്തിട്ടുണ്ട്, അവർ തീർച്ചയായിട്ടും ഇനി കൂടുതൽ ചർച്ചകളോ കൂടുതൽ കൺസൾട്ടേഷനോ ഒന്നും ഉണ്ടാവില്ല, ഈ 2 നേതാക്കളും ചേർന്ന് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷെ അതിനുശേഷമാണ് രാഹുൽ ഗാന്ധി ചെന്നൈക്ക് പോയതും അതുപോലെ തന്നെ മല്ലികാർജുൻ ഖാർഗെ ഒരു മന്ത്രിയുടെ മരണത്തെ തുടർന്ന് കർണാടകയിലേക്ക് പോയതും. പിന്നീട് കണ്ട ഡെവലപ്മെന്റ്സിൽ നമുക്ക് സംശയം തോന്നുന്ന, അല്ലെങ്കിൽ എന്തുകൊണ്ട് പിന്നീട് ഈ രീതിയിലുള്ള ഡെവലപ്മെന്റ് വന്നു. ഇതിൽ പിന്നെ ഈ വിളിച്ചു വരുത്തിയവരെ എല്ലാം തന്നെ നിരീക്ഷകർ കണ്ടവരാണ്. ഈ പറഞ്ഞ അതായത് വർക്കിംഗ് പ്രസിഡന്റുമാർ 3 പേര് അവരെ കണ്ടതാണ്. അതിൽ 2 പേര് വോട്ട് ചെയ്തവരാണ്. ഒരാളാവട്ടെ ഈ നിരീക്ഷകരുടെ മുമ്പിലെത്തി അഭിപ്രായം പറഞ്ഞ ആളാണ് ഷാഫി. അന്ന് നമ്മൾ തിരുവനന്തപുരത്ത് വന്ന് വരുന്നതും അവരെ കാണുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ VM സുധീരനും അതുപോലെ ഇന്നിപ്പോ വിളിച്ചു വരുത്തിയ മുൻ KPCC പ്രസിഡന്റുമാര് ശ്രീ K മുരളീധരനാണെങ്കിൽ അദ്ദേഹം ഇതിനകത്ത് വോട്ട് ചെയ്ത ഒരാളാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ വരുന്നില്ല, അദ്ദേഹത്തോട് അഭിപ്രായം പറയുന്നു. അപ്പൊ ഇതിനകത്ത് വന്നവരെല്ലാവരും തന്നെ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ആണ്, അദ്ദേഹവും അദ്ദേഹത്തിന്റെ അഭിപ്രായം നിരീക്ഷകരുടെ മുമ്പിൽ കൊടുത്തിട്ടുള്ളതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഒരു തവണ നിരീക്ഷകരുടെ മുമ്പിൽ സ്വന്തം അഭിപ്രായങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ള ആളുകളെ മുൻ KPCC പ്രസിഡന്റുമാരെയും അതുപോലെ തന്നെ നിലവിലുള്ള വർക്കിംഗ് പ്രസിഡന്റുമാരെയും ഒക്കെ വീണ്ടും ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തുന്നതിന്റെ പിന്നിൽ എന്തോ ഉണ്ട് എന്ന് പറഞ്ഞാൽ നേതാക്കൾക്ക് കൃത്യമായി ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല. അവരുടെ മുമ്പിൽ വല്ലാത്തൊരു ആശയക്കുഴപ്പമുണ്ട്.
എന്ന് പറഞ്ഞാൽ ഇതിനിടയിൽ പുറത്തു വന്ന വാർത്തകൾ എന്താണ്? സോണിയാഗാന്ധിയും അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയും ചില നിർദ്ദേശങ്ങൾ രാഹുൽ ഗാന്ധിക്ക് കൊടുത്തതായിട്ട് വാർത്ത വരുന്നു. എന്ന് പറഞ്ഞാൽ സോണിയാഗാന്ധി പറയുന്നത് ഈ പറഞ്ഞ MLA-മാരുടെ പിന്തുണ മാത്രം പരിഗണിച്ചാൽ പോരാ, മറിച്ച് ജനഹിതം കൂടി അല്ലെങ്കിൽ ജനാഭിപ്രായം കൂടി, സംസ്ഥാനത്തെ പൊതു അഭിപ്രായം കൂടി പരിഗണിക്കേണ്ടതുണ്ട് എന്നൊരു നിർദ്ദേശം കൊടുത്തതായിട്ട് പറയുന്നു. അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയും അക്കാര്യം രാഹുൽ ഗാന്ധിയെ ധരിപ്പിച്ചു എന്നാണ് അറിയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അതുവരെയുള്ള MLA-മാരുടെ തലയെണ്ണിക്കൊണ്ടുള്ള ഒരു പ്രഖ്യാപനത്തിന് അപ്പുറത്തേക്ക് കുറെ കൂടി വിശാലമായ രീതിയിലുള്ള ഒരു കൺസൾട്ടേഷനിലേക്ക് രാഹുൽ ഗാന്ധി കടക്കുകയാണ്. ഒന്നുകിൽ അദ്ദേഹം നേരത്തെ എടുത്തു വെച്ച തീരുമാനം KC വേണുഗോപാലിനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ തീരുമാനം പ്രഖ്യാപിക്കാൻ അദ്ദേഹത്തിന് കുറച്ചുകൂടി ഒരു സാധൂകരണം എന്ന്, ഞാനല്ല ഈ തീരുമാനത്തിന് ഉത്തരവാദി, നിങ്ങളുടെ സംസ്ഥാനത്തെ നേതാക്കളെല്ലാം ഒരാളുടെ പിന്നിൽ അണിനിരക്കുന്നു, MLA-മാരെല്ലാം അണിനിരക്കുന്നു, അതുപോലെ തന്നെ പാർട്ടിയുടെ ഹൈറാർക്കി നേതാക്കളെല്ലാം ഈ വ്യക്തിയുടെ പിന്നിൽ അണിനിരക്കുന്നു. അപ്പോൾ പിന്നെ ഞാൻ എന്ത് തീരുമാനം എടുക്കണം? എന്റെ മുമ്പിൽ എന്ത് ഓപ്ഷനാണുള്ളത്? ഇവരെല്ലാം ഇങ്ങനെ പറയുമ്പോൾ ഞാൻ പിന്നെ എന്ത് ചെയ്യും? പീലാത്തോസിനെ പോലെ വേണമെങ്കിൽ അദ്ദേഹത്തിന് ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് കൈ കഴുകാൻ കൂടിയുള്ള ഒരു സാധ്യത അവിടെ തെളിയുന്നുണ്ട്. അതുകൊണ്ട് കൂടിയാകാം ഈ വിശാലമായ ചർച്ച നടന്നത്. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ എല്ലാം അഭിപ്രായം പലവട്ടം എടുത്തതാണ്, അവരെല്ലാം അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളവരാണ്. എന്നിട്ട് വീണ്ടും വീണ്ടും അവരെ ഇന്ന് ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തി ഈ 9 പേരെയോ 10 പേരെയോ മറ്റോ വിളിച്ചു വരുത്തി അവരുടെ അഭിപ്രായം ആരായുന്നുണ്ടെങ്കിൽ അതിന് കാരണമായി ചില സംഭവവികാസങ്ങൾ ഡൽഹിയിൽ നടന്നിട്ടുണ്ട്. അതിന് കാരണക്കാര് ഒരുപക്ഷെ സോണിയാഗാന്ധി ആവാം, അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി ആവാം, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് തന്നെ കിട്ടിയ ഒരു സർവേ ടീമിന്റെ റിപ്പോർട്ടാകാം. കേരളത്തിലെ അന്തരീക്ഷം അത്ര ഈ പറയുന്ന പോലെ KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കിയാൽ കേരളത്തിൽ അത് ഉണ്ടാക്കാൻ പോകുന്ന റിപ്പർക്കഷൻസ് ചെറുതല്ല. പിന്നീട് 2 ഉപതെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചു വരാനുള്ള സാധ്യതയും ഒരുപക്ഷെ അത്ര ബ്രൈറ്റ് അല്ല എന്നൊക്കെയുള്ള റിപ്പോർട്ട് ഈ പറയുന്ന സർവേ ടീം കൊടുത്തിട്ടുണ്ടാകാം. അപ്പൊ ഈ എല്ലാ കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ട് ഒരുപക്ഷെ രാഹുൽ ഗാന്ധി കുറെ കൂടി എന്താ പറയാ കുറ്റമറ്റ രീതിയിൽ, ആർക്കും മുറിവേൽക്കാത്ത രീതിയിൽ, ആരുടെയും എന്താ പറയാ ചോര ഒലിക്കാത്ത രീതിയിൽ ഒരു 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 ബ്രോഡർ കൺസെൻസസിലേക്ക് പോയിട്ട് എല്ലാവരെയും കാര്യം ധരിപ്പിച്ചുകൊണ്ട് പാർട്ടിക്കും മുന്നണിക്കും വലിയ ദോഷമൊന്നും ഉണ്ടാകാത്ത രീതിയിൽ, ഒരു ദിവസം കൂടി വൈകിയാൽ പോലും വലിയ മുറിവുകളും അതിനെ തുടർന്ന് ചിലരൊക്കെ ഒന്നും വലിയ തീരുമാനങ്ങൾ എടുത്താൽ അതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ എന്താകും എന്ന് അദ്ദേഹം ആശങ്കപ്പെടുന്നുണ്ടാവും. അത് ഒരു പരിധിവരെ അദ്ദേഹത്തിന്റെ കുടുംബത്തെ കൂടി ബാധിക്കുന്ന രീതിയിലേക്ക് പരിണമിക്കാനുള്ള ഒരു സാധ്യതയും അദ്ദേഹത്തെ അലോസരപ്പെടുത്തുന്നുണ്ടാകും. അപ്പൊ ഇതെല്ലാം ചേർന്നുകൊണ്ടായിരിക്കാം ഈ കാര്യത്തിൽ കുറെ കൂടി കൺസൾട്ടേഷൻ വേണമെന്നും ഇതങ്ങനെ പെട്ടെന്ന് എടുത്തു ചാടി പെട്ടെന്ന് മുറി 2 എന്ന രീതിയിൽ പരിഹരിക്കാൻ കഴിയുന്ന ഒരു വിഷയമല്ല. അങ്ങനെ പരിഹരിക്കാൻ പറ്റും എന്ന് ചിലർക്കൊക്കെ പറയാം, ചില നേതാക്കൾക്ക്, ചില ഗ്രൂപ്പുകൾക്ക് ഒക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ അതല്ല, അദ്ദേഹത്തിന്റെ സ്ഥാനത്തിരുന്നു കൊണ്ട് ചിന്തിക്കുമ്പോൾ അതങ്ങനെ ചെയ്യുന്നത് പാർട്ടിക്കും മുന്നണിക്കും ഗുണകരമല്ല, കേരളത്തിന്റെ ഭാവി രാഷ്ട്രീയത്തിനും ഗുണകരമല്ല. അതുകൊണ്ട് ഇത്രയും വലിയൊരു ജനവിധി, ഇത്രയും തിളക്കമാർന്ന ഒരു ജനവിധിയുടെ എല്ലാ ശോഭയും കെടുത്തുന്ന രീതിയിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയാൽ അതുണ്ടാക്കുന്ന മുറിവുകൾ ഒരുപക്ഷെ പാർട്ടിയെയും മുന്നണിയെയും വലിയ രീതിയിൽ ബാധിച്ചേക്കാം എന്ന ഒരു ആശങ്ക അദ്ദേഹത്തിനുണ്ടാകാം. അതുകൊണ്ടായിരിക്കാം ഇത്തരം ഒരു നടപടിയിലേക്ക് കടന്നതെന്ന് വേണം നമ്മൾ യുക്തിപൂർവ്വം ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്മൃതി, ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.